നമസ്കാരം. അപ്പോൾ ഇന്ത്യ ന്യൂസിലൻഡ് ഫൈനൽ ഈ ഞായറാഴ്ച നടക്കാൻ പോവാണ്. അപ്പോൾ ആ മാച്ചിന്റെ പ്രിവ്യൂ ആണ് ഈ വീഡിയോ. ഇന്ത്യ ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലൻഡ് സൗത്ത് ആഫ്രിക്കയും ആധികാരികമായി പരാജയപ്പെടുത്തിയാണ് ഇപ്പോൾ ഈ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർ 1 to 8 എല്ലാവരും ഫോമിലാണ്. അതുപോലെ തന്നെ ബോളേഴ്സും ഫോമിലാണ്. ആസ് എ ടീം എല്ലാ രീതിയിലും സെറ്റാണ് ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യ ട്രാവൽ ചെയ്തിട്ടില്ല, ദുബായിൽ തന്നെയാണ് താമസിക്കുന്നത്. ഈ കണ്ടീഷൻസുമായിട്ട് നല്ല പരിചയമുണ്ട്. ഇനി ന്യൂസിലൻഡിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂസിലൻഡ് പാകിസ്ഥാനിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ടാണ് ദുബായിലേക്ക് വരുന്നത്. ദുബായിൽ ആവശ്യത്തിന് റെസ്റ്റ് ഡേയ്സ് ഉണ്ട് എങ്കിൽ പോലും സെമി ഫൈനൽ കളിക്കുന്നത് പാകിസ്ഥാനിലാണ്, ഫൈനൽ കളിക്കുന്നത് ദുബായിലാണെന്നുള്ളൊരു വ്യത്യാസം, ആ ഒരു കണ്ടീഷൻസിന്റെ വ്യത്യാസം തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചൊരു നെഗറ്റീവ് തന്നെയാണ്. ഈ ടൂർണമെന്റിൽ ഇതുവരെയുള്ള കളികൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ബാക്കിയുള്ള മാച്ചസും ബാക്കിയുള്ള ടീമിനെ എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ട 2 ടീം തന്നെയാണ് ഫൈനലിൽ എത്തിയേക്കുന്നത്. ന്യൂസിലൻഡും ഒരു സോളിഡ് ടീമാണ്, അതുപോലെ തന്നെ ഇന്ത്യയും ഒരു സോളിഡ് ടീമാണ്. നമുക്ക് എന്തായാലും പിച്ച് ആൻഡ് കണ്ടീഷൻസ് ഒന്ന് നോക്കാം. ദുബായിലെ പിച്ചാണ്, ഓൾറെഡി നമുക്കറിയാം സ്ലോ ആയിട്ടുള്ള പിച്ചാണ്. എങ്കിൽ പോലും സ്പിന്നേഴ്സിന് അധികമായിട്ട് ടേൺ കിട്ടുന്നുള്ളൊരു പിച്ചല്ല. അതുപോലെ തന്നെ ഫാസ്റ്റ് ബോളേഴ്സിന് ഒരുപാട് മൂവ്മെന്റ് കിട്ടുന്നൊരു കണ്ടീഷനും അല്ല. അതുപോലെ തന്നെ ഡ്യൂ ഫാക്ടേഴ്സ് ഇതുവരെ ഉള്ള മാച്ചിലൊന്നും വലുതായിട്ട് ബാധിക്കാത്തത് കൊണ്ട് തന്നെ ഫസ്റ്റ് ബാറ്റ് ചെയ്താലോ അല്ലെങ്കിൽ സെക്കൻഡ് ബാറ്റ് ചെയ്താലോ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളതായിട്ടും നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും ടോസ് കിട്ടിയാൽ 2 ടീമുകളും ബാറ്റ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. നല്ലൊരു ടോട്ടൽ എതിർ ടീമിന്റെ മുന്നിലേക്ക് വെച്ചിട്ട് അവരെ പ്രഷറിലാക്കി ഡിഫെൻഡ് ചെയ്യാനായിരിക്കും മിക്കവാറും 2 ടീമും ശ്രമിക്കാൻ സാധ്യത. പിന്നെ ദുബായിലാണ് കളി, അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു ഹോം ഗ്രൗണ്ട് പോലെ തന്നെയാണ്. ക്രൗഡിന്റെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഇന്ത്യക്കായിരിക്കും. അങ്ങനെ ഒരു പ്ലസ് പോയിന്റ് ഇന്ത്യക്കുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു ഹോസ്റ്റ് കൺട്രി പോലെ തന്നെയാണ് ദുബായിൽ. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ന്യൂസിലൻഡിനെ സംബന്ധിച്ച് അവർ ഫേവറേറ്റ്സ് അല്ലാത്തത് കൊണ്ട് തന്നെ ഓൺ എ ഗിവൺ ഡേ അവർക്ക് അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ മാത്രം മതി. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. ഇനി നമുക്ക് ഇന്ത്യൻ ടീമിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്ലസ് എന്ന് പറയുന്നത് അവരുടെ 1 to 8 ആയിട്ടുള്ള ബാറ്റിംഗ് ഓർഡറിൽ എല്ലാവരും ടോപ്പ് ക്വാളിറ്റി പ്ലെയേഴ്സ് ആണെന്നുള്ളത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മ മുതൽ ജഡേജ വരെ എല്ലാവരും ഇപ്പോൾ IPL ഓരോ ഫ്രാഞ്ചൈസിയുടെ നെടുന്തൂണായിട്ടുള്ള ബാറ്റ്സ്മാൻമാരാണ്. എല്ലാവരും മാച്ച് വിന്നേഴ്സ് ആണ്. അതുപോലെ തന്നെ പ്രഷർ സിറ്റുവേഷനിൽ ബാറ്റ് ചെയ്യാൻ നല്ല മെന്റൽ സ്ട്രെങ്ത് ഉള്ള, നല്ല ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ബാറ്റ്സ്മാൻമാരാണ് ഇവരെല്ലാം. ഇപ്പോൾ രോഹിത് ശർമ്മ ഈ ടൂർണമെന്റിൽ ഇതുവരെ ബിഗ് സ്കോർസ് ഒന്നും നേടിയിട്ടില്ല. ഒരുപക്ഷെ ഫൈനലിൽ ചിലപ്പോൾ രോഹിത് ശർമ്മയുടെ ദിവസമാവാൻ തീർച്ചയായിട്ടും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഗില്ല് നല്ല ഫോമിലാണ്. കോഹ്ലി ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് ഫോമിലല്ലായിരുന്നുണ്ടെങ്കിലും കോഹ്ലി ഈ വേണ്ട സമയത്ത് കൃത്യമായിട്ട് ഫോമിലേക്ക് വന്നിട്ടുണ്ട്. പാകിസ്ഥാനായിട്ടുള്ള മാച്ചിലായാലും ഓസ്ട്രേലിയയുമായിട്ടുള്ള മാച്ചിലായാലും എക്സെപ്ഷണലായിട്ട് നന്നായിട്ട് ബാറ്റ് ചെയ്യുകയും ചെയ്തു. ഇനി അയ്യർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അയ്യർ ഇതുവരെയുള്ള എല്ലാ മാച്ചിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇന്ത്യക്ക് പെർഫോമൻസ് തന്നിട്ടുണ്ട്. മിഡിൽ ഓവേഴ്സിൽ റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതിൽ അയ്യർ ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. അതുപോലെ തന്നെ അക്ഷർ വന്നിട്ട് കാമിയോ റോൾസ് പോലെ ആണെന്നുണ്ടെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഇന്നിങ്സ് കളിച്ചു പോകുന്നുണ്ട്. ഹർദിക് പാണ്ഡ്യ ദ മാൻ ഓഫ് ബിഗ് ഒക്കേഷൻസ്, ICC ടൂർണമെന്റ്സിൽ അതുപോലുള്ള ഫൈനൽ സെമി ഫൈനൽസിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് വേറെ ലെവലായിരിക്കും. സോ ഹർദിക് പാണ്ഡ്യ ആൻഡ് ദ ഡിപ്പെൻഡബിൾ ജഡേജ 8 വരെയും സോളിഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് ലൈനപ്പാണ് ഇന്ത്യക്കുള്ളത്. ഇനി ബോളിംഗിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഷമി ഓസ്ട്രേലിയയായിട്ടുള്ള മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ഓവേഴ്സിൽ നല്ല മൂവ്മെന്റ് കിട്ടുന്നുണ്ടായിരുന്നു ഷമിക്ക്. സോ ഷമി പതിയെ റിതത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫൈനലിൽ തീർച്ചയായിട്ടും ഒരു ഫസ്റ്റ് ഓവേഴ്സിൽ ഇനിഷ്യൽ ഓവേഴ്സിൽ വിക്കറ്റ് എടുക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഹർദിക് പാണ്ഡ്യ ഷോർട്ട് സ്പെല്ലായിട്ട് ആ ഒരു ഇനിഷ്യൽ ഓവേഴ്സ് ഷമിക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് മിഡിൽ ഓവേഴ്സിലായാലും ഫൈനൽ ഓവേഴ്സിലായാലും ഫ്ലെക്സിബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളറാണ് ഹർദിക് പാണ്ഡ്യ. പിന്നെ നമ്മൾ ഈ കഴിഞ്ഞ 2 മാച്ചിൽ കണ്ട പോലെ തന്നെ ഇന്ത്യയുടെ 4 സ്ട്രോങ് ആയിട്ടുള്ള സ്പിന്നേഴ്സ് അക്സർ ആൻഡ് ജഡേജ, അവരെ ആദ്യം തന്നെ പറയണം. കാരണം അവരാണ് മിഡിൽ ഓവേഴ്സിൽ ഓസ്ട്രേലിയ ആയിട്ടുള്ള മാച്ചിലായാലും അതിന് മുമ്പത്തെ മാച്ചിലായാലും ഇന്ത്യക്ക് മിഡിൽ ഓവേഴ്സിൽ റണ്ണ് കണ്ടെയ്ൻ ചെയ്ത് ഫാസ്റ്റായിട്ട് എതിർ ടീമിലെ ബാറ്റ്സ്മാൻമാരിൽ പ്രഷറിലേക്ക് തള്ളിവിട്ടിട്ട് ഫാസ്റ്റായിട്ട് എറിഞ്ഞെറിഞ്ഞ് മാറുന്ന 2 ബോളേഴ്സാണ് അവർ രണ്ടുപേരും. അവരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ വലുതാണ്. ന്യൂസിലാൻഡിനെ സത്യം പറഞ്ഞാൽ ആ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള മാച്ചിൽ തകർത്ത് കളഞ്ഞത് വരുൺ ചക്രവർത്തിയാണ്. അവർ പ്രിപ്പയർഡ് ആയിട്ട് തന്നെ ആയിരിക്കും വരുൺ ചക്രവർത്തിക്ക് വേണ്ടിയിട്ട് വരുന്നത് ഈ ഫൈനലിൽ. എങ്കിൽ പോലും വരുൺ ചക്രവർത്തി കീ ആയിട്ടുള്ള ഫാക്ടറാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വരുൺ ചക്രവർത്തി ഉണ്ടായതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് തീർച്ചയായിട്ടും ടോസ് കിട്ടിയാൽ ബാറ്റ് ചെയ്യും. കാരണം ഡേ ലൈറ്റിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നൈറ്റിൽ വരുൺ ചക്രവർത്തിയെ ഫേസ് ചെയ്യുന്ന കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ അവർ ന്യൂസിലൻഡ് ടോസ് കിട്ടുവാണെങ്കിൽ ബാറ്റ് ചെയ്യാൻ തന്നെയായിരിക്കും അവർക്ക് താല്പര്യം. പിന്നെ ഇന്ത്യയുടെ ബോളിംഗിൽ ഒരു വീക്ക് ലിങ്ക് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് കുൽദീപ് യാദവിന്റെ കഴിഞ്ഞ 2 മാച്ചായിട്ടുള്ള പെർഫോമൻസ്. പക്ഷേ ഈസ് എ ടോപ്പ് ക്വാളിറ്റി ബോളർ. ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ബോളറാണ്. ചിലപ്പോൾ ഇങ്ങനെയുള്ള ബിഗ് ഒക്കേഷൻസിലായിരിക്കും ക്രൂഷ്യൽ ആയിട്ടുള്ള വിക്കറ്റ് എടുത്ത് കുൽദീപ് യാദവ് ചിലപ്പോൾ പെർഫോമൻസ് തരുന്നത്. ഇനി അല്ല, കുൽദീപ് യാദവിന്റെ പെർഫോമൻസ് ഇന്ത്യൻ മാനേജ്മെന്റിന് അത്ര ഇംപ്രസീവായിട്ട് തോന്നിയില്ല കഴിഞ്ഞ 1-2 മാച്ചുകളിൽ നിന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ചാൻസ് ഉണ്ട് റാണയെ തിരിച്ചു കൊണ്ടുവരാനോ അല്ലെങ്കിൽ ഒരു
ബിഗ് സർപ്രൈസ് ആയിട്ട് അർഷ്ദീപിനെ കൊണ്ടുവന്ന് ഇറക്കാനും വലിയൊരു ചാൻസ് ഉണ്ട്. അതായത് സെമിയിൽ നമ്മൾ കളിച്ച ടീം തന്നെ ഫൈനലിൽ കളിക്കാനാണ് മോസ്റ്റ് പ്രോബബിൾ ചാൻസ്. എങ്കിലും ഇങ്ങനെ ഒരു 2 സാധ്യതകൾ കൂടിയുണ്ട്. ന്യൂസിലൻഡുമായിട്ടുള്ള ഫൈനൽ മാച്ചിൽ എന്നെ സംബന്ധിച്ച് ഏറ്റവും കീ ആയിട്ട് എനിക്ക് തോന്നുന്നത് ശ്രേയസ് അയ്യറിന്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം മിഡിൽ ഓവേഴ്സിൽ സ്പിന്നേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നതിൽ, അവരെ ഈസി ആയിട്ട് റണ്ണ് കണ്ടെത്തുന്നതിൽ ശ്രേയസ് അയ്യർ കഴിഞ്ഞ മാച്ചിലായാലും അതുപോലെ ന്യൂസിലൻഡുമായിട്ടുള്ള മാച്ചിലായാലും എല്ലാ മാച്ചുകളിലും പുള്ളിക്ക് ഒരു പ്രത്യേക കഴിവുണ്ട്. അതായത് റിതം കളയാനായിട്ട് ബോളേഴ്സിൽ. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റിതത്തിലാണ് ന്യൂസിലൻഡ് ബോളേഴ്സ് എറിഞ്ഞ് അവരെ റണ്ണ് കണ്ടെയ്ൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരുന്നത്, റണ്ണ് എടുക്കാൻ സമ്മതിക്കാതെ. ശ്രേയസ് അയ്യറിന്റെ ഒരു പ്രത്യേകത ഭയങ്കര ഫ്രൂട്ട് മൂവ്മെന്റ്സ് ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഷോട്ട്സ് ഉണ്ട്, അതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഷോട്ട്സ് ഉണ്ട്. ബാക്കിലേക്ക് സ്കൂപ്പ് ചെയ്തിട്ടൊക്കെ സിംഗിൾസും ഡബിൾസും ഒക്കെ എടുത്ത് ആ റൺ ഫ്ലോ കണ്ടിന്യൂ ചെയ്യാനുള്ളൊരു കേപ്പബിലിറ്റി ശ്രേയസ് അയ്യറിനുണ്ട്. സോ ശ്രേയസ് അയ്യറിന്റെ ഒരു മിഡിൽ ഓവേഴ്സിലെ ബാറ്റിംഗ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, കീ ആയിട്ടുള്ളതായിരിക്കും. ഇനി ന്യൂസിലൻഡ് ടീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കീ ആയിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ട് തോന്നുന്നത് രച്ചിൻ രവീന്ദ്ര തന്നെയാണ്. കാരണം ന്യൂസിലൻഡ് ഗ്രൂപ്പ് സ്റ്റേജിലുള്ള ഇന്ത്യയായിട്ടുള്ള മാച്ചിൽ രച്ചിൻ രവീന്ദ്ര ആദ്യം തന്നെ ഔട്ടായി പോവുകയാണ് ചെയ്തത്. രച്ചിൻ രവീന്ദ്ര നന്നായിട്ട് സ്പിൻ കളിക്കുന്ന ഒരു ബാറ്റ്സ്മാനാണ്. അതുകൊണ്ട് തന്നെ രച്ചിൻ രവീന്ദ്രയുടെ ഫോം ന്യൂസിലൻഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 25 ഓവർ വരെയൊക്കെ മിനിമം രച്ചിൻ രവീന്ദ്ര കളിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു പോസിറ്റീവാണ് ന്യൂസിലൻഡിനെ സംബന്ധിച്ച്. കാരണം ഒന്ന്, റൈറ്റ് ലെഫ്റ്റ് കോമ്പിനേഷൻ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. കാരണം വില്യങ്ങും അതുപോലെ തന്നെ വില്യംസണും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്. പിന്നെ ഡാരിയൽ മിച്ചലും കൂടെ വരുവാണെന്നുണ്ടെങ്കിൽ രച്ചിൻ രവീന്ദ്ര ഒരു 25 to 30 ഓവേഴ്സ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിലൻഡിന് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. നന്നായിട്ട് സ്പിന്ന് കളിക്കും, അതുപോലെ ബ്ലിസ്റ്ററിങ് ഫോമിലാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള ഇന്നിങ്സ് ഒക്കെ കാണുമെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബാറ്റ് ചെയ്യുന്നത്. സോ രച്ചിൻ രവീന്ദ്രയുടെ ഫോം ന്യൂസിലൻഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒബിയസ്ലി കെയ്ൻ വില്യംസൺ ഒരു രക്ഷയില്ലാത്ത ഫോമിലാണ്. അത് മാത്രമല്ല, ഇന്ത്യയെ പോലെ ക്വാളിറ്റി ആയിട്ടുള്ള ബോളേഴ്സ് ഉള്ളൊരു ടീമുമായിട്ട് ബാറ്റ് ചെയ്യുമ്പോൾ കെയ്ൻ വില്യംസന്റെ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിലുള്ള മാച്ചിലും കണ്ടാണ്. കെയ്ൻ വില്യംസൺ മാത്രമാണ് ഇന്ത്യൻ സ്പിന്നേഴ്സിനെ നന്നായിട്ട് ഫേസ് ചെയ്തത്. സോ കെയ്ൻ വില്യംസണും ഈ രച്ചിൻ രവീന്ദ്രയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കുറച്ച് ഒരു ലോങ് ഇന്നിങ്സ് കളിക്കേണ്ടത് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്പിന്നേഴ്സിനെ നന്നായിട്ട് കളിക്കാൻ അറിയാവുന്ന അവരുടെ ഒരു ബാറ്റ്സ്മാനാണ്. സോ പിന്നീട് വരുന്നത് ടോം ലാഥം, ഡാരിയൽ മിച്ചൽ. ടോം ലാഥത്തിന്റെ കാര്യം പറയുമ്പോൾ ന്യൂസിലൻഡ് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് അവർക്ക് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ഈവൻലി ഉണ്ട്. മുകളിൽ രച്ചിൻ രവീന്ദ്ര ഉണ്ട്, പിന്നീട് ടോം ലാഥം ഉണ്ട്, അതിനുശേഷം താഴെ വരുവാണെന്നുണ്ടെങ്കിൽ സാറ്റ്നർ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഗ്ലെൻ ഫിലിപ്പിനെ ഒരു 35 to 40 ഓവേഴ്സ് ആ ഒരു ടൈമിലല്ലാതെ അതിന് മുമ്പ് കൊണ്ടുവരാതിരിക്കുക എന്ന് പറയുന്നത് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. കാരണം നേരത്തെ ഗ്ലെൻ ഫിലിപ്പ് എത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യൻ സ്പിന്നേഴ്സിന് മുമ്പ് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രീവിയസ് പെർഫോമൻസ് ഒക്കെ നോക്കുകയാണെന്നുള്ളത്. അതേസമയം ഒരു നല്ല ബേസ് കൊടുത്തിട്ട് ഒരു 40 ഓവേഴ്സ് അടുപ്പിച്ചൊക്കെ ഗ്ലെൻ ഫിലിപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ സ്കോർ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും ഉണ്ട്. പിന്നെ താഴേക്ക് അവർ ബാറ്റിംഗ് ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ബ്രൈസ്വെൽ ബാറ്റിംഗ്, സാറ്റ്നർ ബാറ്റിംഗ്, മാറ്റ് ഹെൻറി കുറച്ചൊക്കെ ബാറ്റിംഗ്, ജാമിസിന് വേണമെങ്കിൽ ഒരു കുറച്ച് അത്യാവശ്യ ഘട്ടങ്ങൾ ബാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാറ്റ്സ്മാനാണ്. സോ അവരുടെ ബാറ്റിംഗും നല്ല ഡെപ്ത് ഉള്ള ബാറ്റിംഗ് തന്നെയാണ്. ഇനി ന്യൂസിലൻഡിന്റെ ബോളിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവരുടെ 3 പേസ് ബോളേഴ്സാണ് ഇവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. 3 പേരും നന്നായിട്ട് ബോൾ ചെയ്യുന്നുണ്ട് ഈ ടൂർണമെന്റിൽ. പ്രത്യേകിച്ച് മാറ്റ് ഹെൻറി, ജാമിസണും നല്ല സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇനിഷ്യൽ ഓവേഴ്സിൽ. മിഡിൽ ഓവേഴ്സിൽ ഒറോക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ബോൾ ചെയ്ത് പോകുന്നുണ്ട്. സോ ഇവരുടെ 3 പേരുടെയും പെർഫോമൻസ് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. കാരണം സാറ്റ്നർ മാറ്റി നിർത്തിയാൽ വേറെ മെയിനായിട്ടുള്ള ബോളേഴ്സ് ഇവർക്കില്ല, പെർഫോം ചെയ്യുന്ന ബോളേഴ്സ് ഇവർക്ക് ഇല്ല. ഇപ്പോൾ ബ്രൈസ്വെല്ലിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഇന്ത്യയായിട്ടുള്ള കളിയിൽ ബ്രൈസ്വെൽ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തില്ല. റൈറ്റ് ഹാൻഡേഴ്സ് ഡോമിനേറ്റ് ചെയ്യുന്ന ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബ്രൈസ്വെൽ പെർഫോം ചെയ്യാൻ സാധ്യത കുറവായതുകൊണ്ട് തന്നെ ഈ 3 ഫാസ്റ്റ് ബോളേഴ്സ് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ക്രൂഷ്യലാണ്. പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളറും ദ ബ്രെയിനും അതുപോലെ തന്നെ പിവറ്റും എല്ലാം സാറ്റ്നറാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചിൽ നമ്മൾ കണ്ടു എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരുടെ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബാറ്റ്സ്മാരെ സാറ്റ്നർ എടുത്തെന്നുള്ളത്. സോ പിന്നെ അവർക്ക് രച്ചിൻ രവീന്ദ്ര എന്ന് പറഞ്ഞൊരു ലെഫ്റ്റ് ഹാൻഡ് ഓപ്ഷനും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്പ് റൈറ്റ് ഹാൻഡ് ഓഫ് സ്പിന്നർ, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. സോ ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർക്ക് ബോളിങ്ങിൽ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചൊരു ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ബാറ്റിംഗ് ലൈനപ്പിനെ ഈ ഇത്രയും ബോളേഴ്സ് ഉണ്ടെങ്കിൽ പോലും അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ സ്റ്റോപ്പ് ചെയ്യും റൺ ഫ്ലോ എന്നുള്ളത് ന്യൂസിലൻഡിനെ സംബന്ധിച്ച് ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇതിലെല്ലാം ഉപരി ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പേടിക്കേണ്ട ഒരു ഫാക്ടർ സാറ്റ്നറിന്റെ ക്യാപ്റ്റൻസിയാണ്. ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള മാച്ചിൽ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്യാപ്റ്റൻസി ചെയ്തത് സാറ്റ്നർ. ബോളിംഗ് ചേഞ്ചസ് ആയാലും ഫീൽഡിംഗ് ആയാലും റണ്ണ് ബ്ലോക്ക് ചെയ്യുന്നതിൽ കൊണ്ടുവരുന്ന ടാക്ടിക്സ് ആയാലും മൊത്തത്തിൽ
കാരണം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ടീമിനെ ലീഡ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡ് എന്ന് പറയുന്നത് വളരെ സോളിഡ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള എതിരാളി തന്നെയാണ് ഇന്ത്യക്ക് ഫൈനലിൽ. അവരെ ഒരു തുള്ളി പോലും ഈസി ആയിട്ട് എടുക്കാൻ പറ്റില്ല, അത്രയ്ക്ക് സ്ട്രോങ് ആണ് അവരുടെ ബാറ്റിങ്, അതുപോലെ തന്നെ ബോളിങ്, ആസ് എ ടീം അവർ ജെല്ലായിരിക്കുന്ന വിധം. സോ ഈ ഫൈനൽ അത്രത്തോളം ടൈറ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിൽ പോലും ഇന്ത്യക്ക് തന്നെയാണ് എഡ്ജ്, ഇന്ത്യക്ക് തന്നെയാണ് വിജയ സാധ്യത കൂടുതൽ ന്യൂസിലൻഡിനെ സംബന്ധിച്ച്. എങ്കിലും ന്യൂസിലൻഡിനെ നമുക്ക് എഴുതി തള്ളാനും സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ഈ ആവേശം വരെ ഫൈനലിന് വേണ്ടി കാത്തിരിക്കാം. മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയുമായിട്ട് കാണുന്നിടം വരെ ബൈ.